എല്ലാവർക്കും നമസ്കാരം. കഷ്ടത ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമിൽ നമ്മൾ എങ്ങനെ ജീവിതത്തെ നേരിടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർ വല്ലാതെ നിരാശപ്പെട്ടു പോകും. ചിലർ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടും. മറ്റു ചിലർ ജീവിതത്തിൽ നിന്നേ ക്വിറ്റ് ചെയ്യും. എന്നാൽ ഇതിനൊന്നും വേണ്ടിയല്ല കഷ്ടത വരുന്നത്. അത് അഭിമുഖീകരിക്കാനുള്ളതാണ്. അത് കഴിയുമ്പോഴല്ലോ നമ്മൾ മുൻപത്തേക്കാൾ കരുത്തുള്ളവരായി മാറും. കഷ്ടതകൾ ശരിക്കും നമ്മുടെ സ്വഭാവത്തെ കൂടെ രൂപപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമൂഹ്യ ഇടപെടലിലെ പക്വതയ്ക്കുമൊക്കെ അത് വഴിതെളിക്കും. ഒരു ഭക്തൻ എഴുതുന്നുണ്ട്, When God permits trials, He also produces comfort. God is always with you. Everything will work and fine. Keep the faith. കഷ്ടങ്ങൾ ഈ ലോകത്ത് നമുക്ക് വരുമ്പോൾ ആശ്വാസത്തിൻ്റെ കരങ്ങൾ നമുക്കായി ദൈവത്തിൽ നിന്ന് ഉയരും. മോറിയയിലേക്കുള്ള അബ്രഹാമിൻ്റെ യാത്ര അതൊരു സഹനയാത്രയാണ്. എന്നാൽ ആ ബലിപീഠത്തിൻ്റെ അപ്പുറത്ത് ഒരു ബലിവസ്തുവിനെ ഒരുക്കുന്ന ദൈവം ആശ്വാസദായകമായ അനുഭവമാണ് സൃഷ്ടിക്കുന്നത്. എപ്പോഴും കർത്താവ് നമുക്കൊപ്പമുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ട്രിബുലേഷൻ അഥവാ കഷ്ടത, അതിനെപ്പറ്റി ഒരെഴുത്ത് ഇങ്ങനെയാണ്: ട്രിബുലേഷൻ ഈസ് സ്കൂൾ ഓഫ് പ്രേയർ. ദൈവം ഏൽപ്പിച്ച നിയോഗത്തിൽ നിന്ന് യോന ഓടിയകലുമ്പോൾ അവനെ കപ്പലിൽ നിന്ന് സമുദ്രത്തിലേക്ക് വലിച്ചെറിയുക. മത്സ്യം അവനെ വിഴുങ്ങുന്നുണ്ട്. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന യോന അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് ഏകാന്തതയുടേതാണ്. ജീവിതത്തിൽ അന്നുവരെ പരിചയപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് അവൻ അകപ്പെട്ടിരിക്കുന്നത്. എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത്. എന്നാൽ അവൻ അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? ആഴമേറിയ വിശ്വാസവും ശക്തമായ പ്രാർത്ഥനയും അവിടെ അവൻ നിർവഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ട്രിബുലേഷൻ ഈസ് സ്കൂൾ ഓഫ് പ്രയർ എന്ന്. ക്ഷാമകാലത്ത് ഏലിയ പ്രവാചകൻ കടന്നു പോകുന്നത് കഷ്ടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയുമാണ്. എന്നാൽ അപ്പവും ഇറച്ചിയും കാക്ക കൊണ്ടുകൊടുക്കത്തക്ക രീതിയിൽ, കരീത്ത തോടിൻ്റെ വെള്ളം ഒരുക്കത്തക്ക രീതിയിൽ ദൈവം അവിടെ ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, സഹനങ്ങൾ ഒളിച്ചോട്ടത്തിനോ നിരാശപ്പെടാനോ തകർന്നു പോകാനോ ഉള്ളതൊന്നല്ല. അടിയുറച്ച ദൈവവിശ്വാസത്തോടെയും ശക്തമായ പ്രാർത്ഥനയോടെയും ഹൃദയത്തിൽ നിറയുന്ന പ്രത്യാശയോടെയും അതിനെ നേരിട്ടാൽ ഈ ലോകമുയർത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ഓരോ സഹനങ്ങൾക്ക് ശേഷവും നമ്മൾ കരുത്തുള്ളവരായി മാറും. ഇരമ്യ പ്രവചനം 1-ാം അധ്യായം 19-ാം വാക്യം: നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കർത്താവേ, ഈ ലോകത്ത് ഞങ്ങൾക്ക് കഷ്ടങ്ങളും സഹനങ്ങളുമുണ്ട്. അത് ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത അവസ്ഥയാണ്. ആഴമേറിയ ദൈവവിശ്വാസം കൊണ്ടും തികഞ്ഞ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രത്യാശ കൊണ്ടും അവയെ അതിജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളിലുള്ള മനുഷ്യനെ കൂടുതൽ കരുത്തുള്ളതായി തീർക്കുവാൻ ഈ ലോകത്ത് സഹനത്തിൻ്റെ പ്രവാഹങ്ങൾ ഞങ്ങൾക്ക് നേരെ ഉണ്ടാകും. അതിനെ അതിജീവിപ്പാൻ അവിടുത്തെ കരം ഞങ്ങൾക്കൊപ്പം ഇരിക്കണമേ. മോറിയയുടെ മുകളിൽ അബ്രഹാമിനെ സഹായിച്ച കരം, മത്സ്യത്തിൻ്റെ വയറ്റിൽ അയ്യം വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച യോനയ്ക്ക് കൊടുത്ത കൃപ, തമ്പുരാനെ, ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങൾക്കും പകരണമേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ. കർത്താവേ,
പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പേരുപേരായി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.